ഹായ്. അപ്പൊ മീൻകറി എന്താണ് കൂടുതാ മമ്മിയുണ്ട് മീൻകറി കറി വെക്കണത്. ഇപ്പൊ എല്ലാ ദിവസവും ഇവരാണ് വെക്കണത്, അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ഞാൻ വെക്കണത്. അപ്പൊ ഗൈസ്, ഇതിന് പൊന്നൂസിനും ഇതെന്റെ കൊച്ചുവാണ്ട, ഇതെന്റെ പൊന്നൂസാണ്. അപ്പൊ രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ട കറിയാണ്. ഞങ്ങൾ വേറെ മീനൊക്കെ മേടിച്ചിട്ട് ഭയങ്കര ബഹളമാണ് ഞങ്ങളുടെ വീട്ടില്. കുടുതയാണെങ്കിൽ ഒരു ബഹളവുമില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ സൂപ്പറായിട്ട് മീൻ വെച്ച് ഇന്ന് ഞങ്ങൾ തിന്നാൻ പോണേണ്. ഓക്കെ, സ്പെഷ്യൽ ആയിരിക്കും ഗൈസ്, സ്പെഷ്യൽ ആയിരിക്കും. കർത്താവ് എന്റെ വെള്ളം. അപ്പൊ ഇന്നത്തെ കറി തുടങ്ങാൻ പോണേണ്. ഇതാണ് മീത്തിന ഞാൻ റെഡിയാക്കാൻ പോണേണ് കേട്ടാ. അപ്പൊ എല്ലാവരും ഇനി അത് കണ്ടോ. ആദ്യം തന്നെ ഇവിടുത്തെ മുള്ളൊക്കെ അങ്ങോട്ട് വെട്ടിക്കളയുക. എന്നാലും അങ്ങനെയല്ലല്ല, പറയുമ്പോ പറയണ്ടേ. ഇപ്പുറത്തെ മുള്ളും വെട്ടിക്കളയുക. ചിലപ്പോ മുള്ളു വെട്ടാത്ത ആൾക്കാരുണ്ടെങ്കില പറയാൻ പറ്റില്ല. ആയിക്കോട്ടെ, കത്തിയില്ലാത്ത നടക്കണ്ടാവും. വെട്ട് കത്തി അത് കഴിഞ്ഞ് ഇവിടുത്തെ മുള്ളൊക്കെ കളയുക. കണ്ടോ, എല്ലാം കളയുക. അയ്യോ, കൈ പിടിച്ചിട്ട് കിട്ടണല്ലാട്ടാ, മീൻ വലിയ മീനായതുകൊണ്ടേ. ഓക്കെ പയ്യെ പോണണ്ടല്ലോ. എന്നിട്ട് എനിക്ക് ചിരി വന്നി. എന്നിട്ട് പൊളിച്ചിട്ട് പോനില്ല. ഒരു തൊലിയുണ്ട് ഇതിന്റെ, അതിങ്ങനെ പൊളിച്ച് ഞങ്ങൾ സാധാരണ കളയാറുള്ളതാണ്. പക്ഷെ അത് പോനില്ല. നോക്കട്ടേട്ടാ. ഓക്കെ, പോനില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതങ്ങാട് ക്യാൻസൽ ചെയ്യാം. നെക്സ്റ്റ് കത്തിയിട്ട് ചെയ്യാം. വെള്ളമില്ല, മെയിനായിട്ട് കാര്യമുണ്ട്. ഞങ്ങളുടെ പൈപ്പില് വെള്ളമില്ല. വെള്ളമില്ല. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയണത്, നിങ്ങളെങ്ങനെയാ മുറിക്കണേന്ന് എനിക്കറിയില്ല. ഞാൻ എന്റെ മുറിക്കല് നിങ്ങൾ കണ്ടോ. കത്രിക എടുക്കട്ടെ. അത് ഇങ്ങനെ തല ആദ്യം ഞാൻ മുറിച്ചെടുക്കുക. വലിയ തല ആയതുകൊണ്ടേ തല ആദ്യം മുറിച്ചെടുത്തിട്ട് പിടിക്കല്ലേ. അയ്യോ, പോനില്ല. ഓക്കെ, തല ആദ്യം മുറിച്ചെടുത്തിട്ട് ഇതിന ഇങ്ങനെ. അയ്യോ, ഇവിടെ ആകെ തുറക്കട്ടെ. എന്നിട്ട് കത്രിക ഭയങ്കര മൂർച്ച ചെയ്തോണ്ടേ എന്തൊരു സ്പീഡിലാണ് മുറിയണം. എന്നിട്ട് ഇതൊക്കെ കാണില്ല കേട്ടോ. ഞാൻ മറന്നുപോയി, ശ്രദ്ധിച്ചില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇവിടം വെച്ചൊരു മുറിയുണ്ട്. എന്നിട്ട് വട്ടം മുറിച്ചെടുക്കണേ കേട്ടാ. ഞങ്ങക്ക് മുള്ള് സെപ്പറേറ്റഡ് ആയിരിക്കും. കാരണം എന്താന്ന് വെച്ചാല് അങ്ങനെ എടുക്കണതാണ് ഇഷ്ടം. അപ്പൊ ഞങ്ങക്ക് കൂടുതൽ കഷ്ണം ഉണ്ടാവും. ഞങ്ങക്ക് ഈ മീൻ എന്തോരം കൂട്ടിയാലും ഞങ്ങക്ക് തികയില്ല. അതാണ് ഞങ്ങളുടെ ഈ മീറ്റിന്റെ പ്രത്യേകത. അപ്പൊ ഇനി മീറ്റിന്റെ ഇതൊക്കെ കളഞ്ഞത് നിങ്ങൾ കണ്ടല്ല. ഇനി കുറച്ച് മീറ്റിന്റെ എന്തിട്ടാണ് മിൻസ് പണിയൊക്കെ ഉണ്ട്. ഇത് പോയിക്കണ്ടേ, ആവശ്യമില്ലാത്ത വർത്താനൊക്കെ പോയിട്ട് വരും. എന്റെ ഭാഷ പറഞ്ഞ പോലെ അതിന്റെ
മീറ്റിനെ ഒന്ന് നീക്കി എടുക്കണം, വെട്ടി നുറുക്കിയൊക്കെ എടുക്കണം. അപ്പൊ അതിനുള്ള ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ കാണാം. അപ്പൊ ഇവിടം വരെ ആയിട്ടുണ്ട് കേട്ടാ കൂട്ടുകാരെ. കണ്ട ഫ്രണ്ട്സ്, കൂട്ടുകാരെ, ഗൈസ് എല്ലാം വിളിക്കുന്നുണ്ട്. ഇതാണ് മീറ്റിന്റെ പാകം. മീറ്റിന്റെ പീസ് ഇതാണ് കണ്ടത്. മുള്ള് കളഞ്ഞ് എടുക്കും ഞങ്ങള്. എന്നിട്ട് ഇതെടുക്കും ഞങ്ങൾ കളഞ്ഞേക്കട്ടെ. മീറ്റിന്റെ വെള്ളം പുറത്തോട്ട് കളഞ്ഞേക്കട്ടെ കേട്ടാ. അപ്പൊ ഇനി ഈ കഷ്ണത്തിന് ഞങ്ങൾ ചെറുതാക്കി മുറിക്കുവേ. അപ്പൊ അതിന് ഇവിടെ നെടുകെ വെച്ച് നടുക്ക് വെച്ച് മുറിക്കുക. മുറിക്കണം. മുട്ടയൊന്നുമല്ല, ഇത് മീനാണ്. മുട്ട ഉണ്ടായില്ല. ഓക്കെ. അപ്പൊ ഇവിടെ ഈ വീർത്തിരിക്കണത് ഞങ്ങള് ഇതാ കണ്ടതേ, ഇവിടെ നീണ്ടു കിടക്കണത് ഒന്ന് സൈഡ് കൊടുത്ത് മുറിക്കാനേ. ഇത് ശരിയാവൂല, ഇതൊന്നും കുട്ടികളെ ഇങ്ങോട്ട് അടിപൊളി കത്രിക ആയതുകൊണ്ടേ എന്തൊരു സ്പീഡാണെന്നൊക്കെ. മുറിക്കാണ്ടിരിക്കാൻ സ്പീഡ് എല്ലാത്തിലും സ്പീഡ് എടുത്തോളൂ. എന്തൊരു സ്പീഡാണ്. നെക്സ്റ്റ് കത്തി എടുത്ത് ഇങ്ങനെ കുറച്ച് കുറച്ച് കഷ്ണങ്ങളാക്കി ഞങ്ങൾ മുറിച്ചിടും. ഇതാണ് ഞങ്ങളുടെ മീൻ പീസ്. ഇതാണ് മീൻ ഭംഗി ആവശ്യമായി പോയി കാണിച്ചു കൊടുക്ക. ഹലോ ഹലോ. അപ്പൊ ഇതാണ് ട്ടാ, ഇങ്ങനെ കൊച്ചു കൊച്ചു കഷ്ണങ്ങളായിട്ട് ഞങ്ങള് മുറിച്ചെടുക്കണം. കണ്ടാ മുള്ളണ്ടതിനകത്തെ മുള്ളൊന്ന് കളഞ്ഞ. അപ്പൊ ഇതിനെ കണ്ട കൊച്ചു കൊച്ചു കഷ്ണങ്ങളാണ് എല്ലാം. കണ്ട രണ്ടാക്കി മുറിച്ചിട്ട് എല്ലാം എടുത്ത് ഞങ്ങള്. ഇതാണ് ഞങ്ങളുടെ മീൻ കഷ്ണങ്ങള്. മീനൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. കഴുകിയെടുത്തിട്ടുണ്ട്, എങ്കിലും അതിനകത്ത് ഇത് കണ്ട ഇത് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കൂടി ഇതോടെ കഴിയാലും വരോട്ടാ. അതെന്ത് സമാധാനത്തിൽ അതിനെ ഒഴിച്ച ആല് വേണ്ട ഒഴിക്കണ വെള്ളം ഒഴിച്ചോ 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 ഒഴിച്ചോ. ഇതിനകത്തോട്ട് ഒഴിച്ച. അപ്പൊ ഞങ്ങള് ഒരു പ്രാവശ്യം കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചേ. വെള്ളം കൊടുക്കാം. വെള്ളം കൊടുക്കാം. ഇതിനകത്തോട്ട് ഒഴിച്ചേ. ഓക്കെ പയ്യെ ഒഴിക്ക്. അപ്പൊ ഒരു പ്രാവശ്യം കൂടി കഴുകി എടുത്തിട്ട് നല്ല വെള്ളത്തിലോട്ടിട്ടിട്ട് ബാക്കി പണി ഞങ്ങൾ തുടങ്ങാൻ പോണേട്ടാ. സവാള അരിയില് എല്ലാം ഉണ്ട് കൈസ്. സവാള അരിഞ്ഞ മീൻ വെക്കുന്നത്. നിങ്ങൾ സവാള അരിഞ്ഞാണോ മീൻ വെക്കുന്നത് അല്ല വെച്ചു? ഒന്നുകൂടി കഴുകി ഇടണം കേട്ടാ. കാരണം അതിന്റെ ആ ഒരു ബ്ലഡിന്റെ ഒരു അംശം പോകുന്നില്ല. ആ ഒരു ഉളുമ്പ് എന്താണോ പുറത്ത് എന്തോ ഒരു ശബ്ദം കേട്ടു. ഞങ്ങളുടെ ഷീറ്റ് കയറിയതാകാൻ സാധ്യത. ആ ശരിയായിരിക്കും. അതന്നെ ഇതൊക്കെ ഒരു പണിയില്ലാതെ ഇറങ്ങണയാണ്. ഞങ്ങളുടെ ഷീറ്റിന്റെ പുറത്തോട്ട് ചക്ക് വീഴാനായിട്ട്. അപ്പൊ അതെ കണ്ടല്ലോ, അതെ പൈപ്പില് വെള്ളമില്ല കേട്ടാ. പൈപ്പില് അതാണ് ഞങ്ങൾ ഈ കപ്പിനകത്ത് കിടന്ന് വരകണത്. നമ്മുടെ കയ്യിലോട്ട് ഒഴിച്ച് വെള്ളം ഇത്തിരി ഒഴിച്ചാൽ മതിയെ. ഒഴിക്ക് കുറച്ചും കൂടെ ഒഴിക്കും. അപ്പൊ ഓക്കെ. അപ്പൊ മീറ്റിന്റെ പണി കഴിഞ്ഞിട്ടാ. ഇനി ഞങ്ങൾ അതിനെ കുക്കിങ്ങിലോട്ട് പോണേണേ. നിർത്തിക്കോ. കുറച്ച് നേരത്തേക്ക് മൂടി വയ്ക്കാം. ഇവിടെ ഇരുന്നോട്ടെ. ഞങ്ങൾക്ക് സവാളകള് അതിന്റെ ചേരുവകളൊക്കെ ചേർത്തിട്ട് അത് പിന്നെ കാണാം.
ടാറ്റാ. സവാളകളൊക്കെ അരിഞ്ഞ് പച്ചമുളക് ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണ്ട. സവാള മാത്രമേ വരട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് സവാള വാടി കഴിയുമ്പോ ഈ മിക്സിയിൽ അതിനകത്തോട്ട് ഒഴിച്ചൊന്നും കൂടി നമ്മളത് വരട്ടിയെടുക്കണ്ട. അപ്പൊ നമുക്കത് നേരിട്ട് കാണാം. അപ്പൊ ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചട്ടി ചൂടായി കഴിയുമ്പോ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് ചുറ്റിക്കുക. എന്നിട്ട് ഇച്ചിരി നീങ്ങി നിന്നോട്ടെ. പച്ചമുളകൊക്കെ സോറില്ല, വെളിച്ചെണ്ണ ചൂടായില്ലേ. അത് ഇങ്ങനെ ക്ഷമിക്കണേ, വെളിച്ചെണ്ണ ചൂടായി. ജസ്റ്റ് ഒന്ന് അപ്പൊ നമ്മുടെ വേപ്പില ചൂടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് സവാള ഇടാം. ഓക്കെ, സവാള ഇട്ടിട്ട് സവാളയുടെ പുറത്ത് ഉപ്പും കൂടി ഇടണമെങ്കിൽ ഇടുന്നയാണെങ്കിൽ ഇത് പെട്ടെന്ന് സവാള വാടും എന്നാണ് എല്ലാവരും പറയുന്നത്. അതുപോലെ നമുക്ക് ചെയ്യാം. എന്നിട്ട് സവാള ഇവിടെ തന്നെ വാടട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് ഈ മിക്സിഡ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇപ്പൊ ഇടാക്കാം. സവാള ഒരു ഇവിടെ തന്നെ വാടിക്കോട്ടെ. സവാള ഇവിടെ വാടിക്കൊണ്ടിരിക്കണേ കേട്ടാ. സവാള ഇവിടെ വാടിക്കൊണ്ടിരിക്കണേ. അതിന്റെ ഇടയിൽ കുറച്ച് മീനെടുത്ത് വറുക്കാനുണ്ട്. കാരണം മീൻ വറുക്കുന്നില്ലാതെ ഞങ്ങൾക്ക് ഇത് ഭക്ഷണം ഉറങ്ങൂല. അപ്പൊ അതുകൊണ്ട് സാധാരണ പോലെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ ഈ മിക്സിഡും ഇട്ടിട്ടുണ്ട്. ഇട്ട് പിന്നെ ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് എല്ലാം കൂടി മിക്സൊക്കെ ഇട്ടിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യാട്ടാ. എല്ലാവർക്കും കൊതി വന്നുണ്ടാവും. എല്ലാവർക്കും കൊതി വന്നിട്ടുണ്ടെന്നാ എന്റെ മോൻ പറയണത്. എല്ലാവരും അപ്പൊ അങ്ങനെയാണെങ്കിൽ കൊതി വന്നിട്ടുണ്ടെങ്കിൽ എല്ലാരും വെച്ച് കഴിച്ചിട്ട് കമന്റ് ചെയ്യണം കേട്ടാ. അഭിപ്രായം കമന്റ് ചെയ്യണം ഗൈസ്. ഓക്കെ, എന്നാലേ അടുത്ത കറിയും കൂടെ ഇടാൻ വെച്ചോടെ. അപ്പൊ ഓക്കെ, അപ്പൊ ഈ മിക്സ് ചെയ്തത് അവിടെ വിളിക്കട്ടെ. അവിടെ നിന്ന് പിടിക്കട്ടെ. ഈ മിക്സിലോട്ട് ഇത് ഇടണേ കേട്ടാ. ഈ സവാളയിലോട്ട് ഈ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അടിച്ചെടുത്തത് ഇടണേ കേട്ടാ. എന്നിട്ട് അത് വെറുതെ ഒന്ന് അടിച്ചെടുത്തിട്ടുള്ളേ, അരച്ചൊന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് അതും ഒന്ന് നന്നായി ഇതിനകത്ത് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് പൊടികൾ ഇടാം കേട്ടോ. പൊടികൾ സവാളയിലേക്ക് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് നമ്മൾ ഒന്നും കൂടി അതിന് മിക്സ് ആക്കണേ കേട്ടാ. നമ്മൾ വരട്ടിയെടുക്കണേ. വെളിച്ചെണ്ണ എടുത്ത് പക്ഷെ അടുപ്പൊന്ന് വെച്ചു. ഇത്തിരി വെളിച്ചെണ്ണ കേട്ടോ. അത് കുറവുള്ളത് പോലെ, വെളിച്ചെണ്ണ ഒരു കുറവുള്ള പോലെ.
പിന്നെ നമ്മുടെ വറുത്തയില് ഇതായിട്ട് മിക്സ് കിട്ടുന്നുണ്ട് കേട്ടാ. വറുത്തയിൽ ഇതായിട്ട് മിക്സ് ഇട്ടുണ്ട്. ഇട്ടില്ലേ മീ? ഇട്ടിട്ടുണ്ട്. കാണിച്ചായിരുന്നു എല്ലാവരെയും. സവാള വാടിക്കഴിഞ്ഞ് അതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിക്കണം. മിക്സഡ് എല്ലാം നോക്കിയിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തത് തെറ്റിപ്പോയി, സോറി. അപ്പൊ എല്ലാം മിക്സ് ചെയ്തും കൂടി വാടി വെള്ളം ഒഴിച്ച് അതൊന്ന് തിളക്കട്ടെ കേട്ടാ. മൂടി വെക്കാം നമുക്ക്. നിർത്തിക്കോ. പുളി ഇടാൻ മറന്നുപോയി ഗൈസ്. പുളിയുടെ സാരില്ലാട്ടാ, മീൻ വിട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് പുളി ഇടണം കേട്ടാ. പുളിയും കൂടി ഇട്ട് അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. കണ്ട, വെട്ടി തിളക്കുന്നുണ്ട്. നേരത്തെ തിളക്കുന്നുണ്ടായി, ഇപ്പഴും തിളക്കാത്തതല്ല. മീനും വറുക്കാനിടണ്ടേ. അപ്പൊ അതേ കണ്ട വെട്ടി തിളക്കുന്നുണ്ട്. ആ വെട്ടി തിളക്കുന്നതിലോട്ട് ഉപ്പും പുളിയൊക്കെ കുഴപ്പമില്ല. അങ്ങനത്താ ഉപ്പ് ഇട്ടിട്ടുണ്ടോ? എല്ലാം ഇട്ടിട്ടുണ്ട്. എന്നാലും ഇനി പുളി മാത്രം പിടിച്ചാ മതി. ഒന്ന് മറന്നുപോയി വിചാരിച്ചോണ്ട് കുഴപ്പമൊന്നുമില്ല. മീനായ ഇടണേട്ടാ, മീൻ കഷ്ണങ്ങൾ. വെട്ടിത്തിളക്കുന്നത് വേപ്പലയും കൂടി ഇച്ചിരി ഇട്ട് കൊടുത്താ എന്താ കറിയുടെ ഒരു ഗ്ലാമർ. അയ്യോ, അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടാ. എല്ലാവരും ചെയ്തിട്ട് എന്നെ ഒന്ന് കമന്റ് ചെയ്യണേ. ഇതാണ് ഞങ്ങളുടെ മീൻകറി. മമ്മീനെന്ത് കമന്റ്? എന്നെ കമന്റ് ചെയ്യണ്ട, എന്റെ ഫോണിലോട്ട് കമന്റ്. ഈ കറീനെ പറ്റി കമന്റ് ചെയ്യാനാണ് പറഞ്ഞേട്ടെ. പറഞ്ഞത് മാറിപ്പോയി, സോറി. അയ്യേ, ഞാനതൊന്നുമല്ല ഗൈസ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ, എന്റെ കൂട്ടുകാരല്ലേ നിങ്ങൾ. അപ്പൊ അതുകൊണ്ട് പുളി ഇടാൻ മറന്നുപോയി എന്നുള്ള തെറ്റുകുറ്റോട് ക്ഷമിക്കണേട്ടാ. പക്ഷെ കുഴപ്പമൊന്നുമില്ല, ഞാൻ മീൻ ഇട്ടിട്ടുണ്ടായില്ലല്ലോ. മീൻ തിരുമ്പ പിടിക്കാൻ വേണ്ടിട്ടല്ലേ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കറി സൂപ്പറായെന്നാ പറയണ. നല്ല ദേ, അപ്പൊ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. ദേ, അപ്പൊ ചോറ് റെഡി ആയിട്ടുണ്ട്, കറി റെഡി ആയിട്ടുണ്ട്. അപ്പൊ എന്റെ മക്കൾക്ക് കൊടുക്കാൻ പോണേ കേട്ടാ ഞാൻ കറി. ഇതാണ് നമ്മുടെ കറി. ഈ കറിയിലോട്ട്, ചോറിലോട്ട് ഇനി കറി ഇടാൻ പോണേണേ. രണ്ടുപേരും അടുപ്പ് ഇരുന്നോ. എന്ത് സ്നേഹമുള്ള മകനാണെന്ന് അറിയോ. പറഞ്ഞപ്പോ തരം അനുസരിച്ചത് കണ്ട കൊച്ചി. അപ്പതേ ചാറും ചോറും കറി ഒരുപാട് ചാറായി പോട്ടെ. എന്റെ മോന് ചാറ് ഭയങ്കര ഇഷ്ടമാണ്. മൂത്താക്ക് ചാറ് വേണം. അതേപോലെ വറുത്ത മീനും ഞങ്ങൾ ഇടാൻ പോണേണ്ട. വറുത്തത് ഫ്രൈ 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 ഫ്രൈ. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ കറി കേട്ടാ. നിക്ക് അവിടെ പോയി ഇരിക്കും, ഞാൻ കൊണ്ടുവന്ന് തരാന്ന് പറഞ്ഞിട്ട് കേക്കണില്ല കേട്ടാ. അടുത്ത ആൾക്ക് എടുക്കണേണേ. മീറ്റിന്റെ ഇത് പറ, എങ്ങനെയുണ്ടെന്ന് പറ, മമ്മിനോട് പറ. സൂപ്പറാണാ? ഇഷ്ടമായാ? അപ്പൊ ദേ അവരോട് പറ. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇതോടുകൂടി അവസാനിക്കണ്. പറ, ഞങ്ങക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എന്നാ ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഓക്കെ, ടാറ്റ, ബൈ ബൈ. ഓക്കെ, സി യു, ടാറ്റ.